യാത്രക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് വലത്തോട്ടുള്ള ബസ് ഇടത്തോട്ട് പോയി, ഇടത്തോട്ടുള്ള ബസ് വലത്തോട്ട് പോയി, മറ്റേ ബസ് കട്ടപ്പുറത്തിരിക്കുന്നു എമ്മാതിരി ക്ലീഷേ അനൗൺസ്മെന്റ് ഈ ബസ് സ്റ്റാൻഡിൽ അനുവദിക്കുന്നതല്ല. ബസിന്റെ കോഡ് വായിക്കാൻ അറിയാവുന്നവർ ദയവായി കിട്ടുന്ന ബസ് കയറി വീട്ടിലേക്ക് പോകണം. അല്ലാത്തവർ ബെഞ്ചിലോ ഡെസ്കിലോ സ്റ്റാൻഡിൽ കിടക്കണം. ടിൻ 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 ബൈ കോഫി ചെയ്ത് ഇവിടെ കൊടുക്കും. സുന്ദരി ഹലോ, ഞാൻ പെൺവേഷം കെട്ടി നടന്ന ആൾക്കാർ തിരിച്ചറിയുന്നില്ലേ? ഒരു പൂച്ചക്കുട്ടി പോലും തിരിച്ചറിയുന്നില്ല. എന്താ പറഞ്ഞ്? സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, ബാക്കിയുള്ള ആണുങ്ങൾ പണിയെടുത്ത് കുടുംബം നോക്കണം, സ്ത്രീകൾക്ക് മാത്രം സൗജന്യ യാത്ര. ഞാൻ ഈ ഡ്രസ് ഇട്ട് കേരളം ഒട്ടാകെ സഞ്ചരിക്കും. ഇതെന്റെ പ്രതിഷേധമാണ്, പ്രതിഷേധം. ഞാൻ ഇവിടെ ഇത് ഇങ്ങനെ ഇരിക്കുള്ളൂ, ഞാൻ അങ്ങനെ ശരിയാവുള്ളൂ. സുൻ സുൻ സുന്ദരി തുമ്പി ചെം ചെം ചെമ്പരത്തുമ്പിൽ സും സും ചൂളം മൂളാൻ വാ. സുൻ സുൻ സുന്ദരി തുമ്പി ചെം ചെം ചെമ്പകക്കൊമ്പിൽ. എവിടെയോ കണ്ട് നല്ല പരിചയം. ഞാൻ ആദ്യമായിട്ടാണ് ഈ ബസ് സ്റ്റാൻഡിൽ വരുന്നത്, കണ്ടിട്ടുണ്ടാവില്ല. അല്ല, ബാംഗ്ലൂർ ബസ് പോയോ? അക്വസ്റ്റാർ പാത്തുകളും ക്ലാമ്പുകളും. Aquastar rainwater pipes. മറ്റെല്ലാം ചുമ്മാ. എവിടെ? ബാംഗ്ലൂർ ബസ്. ബാംഗ്ലൂർ പോയോ? അത് ആ ബസ് ഇവിടെ അല്ല വരുന്നത്, അത് കുറച്ച് അപ്പുറത്ത് മാറിയാണ്. ലോങ് ബസ് എത്ര ഉണ്ട് ഇവിടെ? ലോങ് ബസ് എന്തല്ലോ? ലോങ് ബസ്, ലോങ് ബസ് ദൂരോട്ടുള്ള അത് കോയമ്പത്തൂർ ബസ് ഒക്കെ ഇവിടെ നിർത്തും. ബാക്കിയുള്ളതൊക്കെ വേറെ വേറെ സ്ഥലങ്ങളിലാണ്. എൻക്വയറിയിൽ അന്വേഷിച്ചറിയാം. താങ്ക് യു മാഡം. എവിടെ കണ്ട? പുള്ളിക്കാരത്തേക്ക് എന്തോ ഡൗട്ട് അടിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന പ്രശ്നമാണ്, അതൊക്കെ എസ്കേപ്പ് ആവാം. നിന്നെ നാലാള് കാണുക വീട്ടിൽ ഞാൻ നിന്നെ ഒന്ന് ശരിപ്പെടുന്നു നോക്കിയോ. നാലാള് കാണുമ്പോ കുടുംബം ഇടിക്കാൻ നിങ്ങളുടെ ചെങ്കള മാധവനാണ്. പെമ്പിളാരെ നീ ഈ വഴിക്ക് വഴി നടക്കാൻ സമ്മതിക്കത്തില്ല മാന്യമായിട്ട്. ചെരിപ്പൂരി പോകുമ്പോഴാണ് ഒരു മനുഷ്യൻ നിങ്ങൾക്ക് ഇപ്പൊ എന്നെ രണ്ടടി അടിക്കണം, അത്രയല്ലേ? ആ മൂത്രപ്പേരുടെ സൈഡിൽ പോയി രണ്ടടി അടിച്ചിട്ട് പോയിക്കോ. എന്തിന് ഇത്രയും ബഹളം? മനസ്സിലാക്കും എന്തിനാ ബഹളം വെക്കുന്നത്. മാന്യമായിട്ട് മര്യാദക്ക് ഇതുവഴി നടന്നോണം. അല്ലെ നിന്നെ ഉണ്ടല്ലോ പിള്ളേരെ കണ്ട് നോക്കണം, അങ്ങോട്ട് എടുത്തിട്ട് പെരുമാറിക്കളയും. ഓക്കെ ഓക്കെ, നമുക്ക് പോവാം. ഏത് കേസ് ഇത്? രാവിലെ സൈറ്റ് അടിച്ചതിന് ആ പെണ്ണ് ചെരിപ്പൂരി അടിച്ച് അവള് വരാൻ സാധ്യതയില്ല. ഇത് ഏതാണ്? പൊക്കം കഴിഞ്ഞ അല്ലല്ല, മെസ്സേജ് അയച്ചാലോ? അല്ലല്ലോ, അതിന് വരാൻ കിടക്കണല്ലോ. വീഡിയോ കോൾ ചെയ്തേണോ? ആണല്ലോ. അതെ 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 അതെ. അല്ല, ഇന്നൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് ഞാൻ പോകുള്ളൂ. ഞാൻ പറഞ്ഞിട്ടുണ്ടോ ആ പരിപാടി നടക്കൂല. എനിക്ക് നഷ്ടപരിഹാരം കിട്ടണം. എന്തിന്റെ നഷ്ടപരിഹാരം? ഞാൻ നിങ്ങളെ ബസ്സിലാണ് യാത്ര ചെയ്തത്, അതുകൊണ്ട് അതിനോട് എനിക്ക് നഷ്ടപരിഹാരം കിട്ടണം. എന്ത് തടിക്ക് ഞാൻ ബാലൻസ് വല്ലതും തരാനുണ്ടോ? ബാലൻസ് പൈസയൊക്കെ തന്നെ അതും കൂടെ അടിച്ചോണ്ട് പോയെന്ന്. ആരടിച്ചോണ്ട് പോയി? നിങ്ങളെ ബസ്സിൽ യാത്ര ചെയ്തപ്പോൾ എന്നെ പോക്കറ്റ് അടിച്ചത്. അതുകൊണ്ട് ഞാൻ എന്താ വേണോന്ന്? ഇന്ന് രാവിലെ നിങ്ങളെ ബസ്സിൽ ഞാൻ യാത്ര ചെയ്തപ്പോൾ ഒരു പെൺകുട്ടിയെ സൈറ്റ് അടിച്ചപ്പോൾ നിങ്ങളെ നാട്ടുകാരെ കുട്ടി എന്നെ അടിച്ചില്ലേ? അടിച്ചു. അപ്പൊ നിങ്ങൾ എന്താ പറഞ്ഞത്? എന്റെ ഉത്തരവാദിത്തമാണ് എന്റെ ബസ്സിൽ യാത്ര ചെയ്ത യാത്രക്കാരുടെ കാര്യങ്ങളെന്ന് പറഞ്ഞു. അതെ. അപ്പൊ നിങ്ങളുടെ ബസ്സിൽ യാത്ര ചെയ്തപ്പോൾ എന്റെ ബസ് പോക്കറ്റ് അടിച്ച് എനിക്ക് നഷ്ടപരിഹാരം കിട്ടണം. ഞാൻ ചോദിക്കട്ടെ, താൻ എന്തിനാണ് ഈ ഡെയിലി മെഡിക്കൽ കോളേജ് ബസ്സിൽ വരുന്നത്? ഞാൻ എന്റെ അമ്മയെ കാണാൻ വേണ്ടിയിട്ടാണ് ഡെയിലി ബസ്സിൽ വരുന്നത്. എനിക്ക് അമ്മയില്ലാതെ വേറെ ആരുമില്ല. അല്ല, തന്റെ അമ്മ എവിടെയാ? എന്തുകൊണ്ടാ പൊരുവേലത്തുനിന്ന് ലോട്ടറി കച്ചവടം നടത്തുന്നത്? ഇടച്ചിരിക്കുന്നു പാവമ്മ. എടോ, തനിക്ക് നാണം ഉണ്ടോടോ? തനിക്ക് നാണം ഉണ്ടോടോ? ഒരു വെയിലത്ത് ആ പാവം പിടിച്ച സ്ത്രീയെ പിടിച്ച് അവിടെ നിർത്തിയിട്ട് ഇവിടെ വന്ന് തണലത്ത് നിൽക്കാൻ. എന്നിട്ട് ഞാൻ അമ്മയെ നോക്കിക്കൊണ്ട് നിൽക്കാന്ന്. അല്ല, അമ്മ ഇവിടെ നിന്ന് ലോട്ടറി കച്ചവടം നടത്താൻ ഞാൻ ഇവിടെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കും. തനിക്ക് അപ്പൊ പിന്നെ അവിടെ പോയി നിന്ന് ലോട്ടറി കച്ചവടം നടത്തിയിട്ട് അമ്മയെ പിടിച്ച് ഇവിടെ ഇരുത്തി കൂടെ? എനിക്ക് സൺബേൺ ആവും. സൺബേൺ അതുകൊണ്ട് അമ്മ കഴിഞ്ഞ മാസം മൊത്തം ലോട്ടറി വിറ്റ പൈസ കൊണ്ട് ഞാൻ ബ്യൂട്ടി പാർലറിൽ പോയി മറ്റേ ലൈറ്റ് ഒക്കെ കത്തിച്ച് ഹൈഡ്രോജൻ ഫേഷ്യൽ ചെയ്ത് വന്നിരിക്കും. എന്തൊരു ഫേഷ്യൽ? മറ്റേ LED ലൈറ്റ് ഒക്കെ ഇങ്ങനെ വെച്ചിട്ട് പെമ്പിളർ ഇങ്ങനെ വെച്ച് ആക്കൂല, ആ ഒരു സാധനം. അത് ഹൈഡ്രാ ഫേഷ്യൽ. ആ, അതെ അതെ അതെ.
ഞാനോ? 2 ടീഷർട്ട് ഉണ്ട്, വള്ളിയൊക്കെ ഉണ്ട്. തനിക്ക് എന്താടോ? ഇത് തലയിൽ കൂടെ എങ്ങനെ ഇടാം? എന്തോ ചെയ്യും? എന്നെ കല്യാണം കഴിക്കുവോ? അയ്യോ, തന്നെ കല്യാണം കഴിക്കുന്നതിനേക്കാൾ കാലത്ത് ഞാൻ വല്ല ബസ്സിന്റെ അടിയിൽ തല വെക്കുന്ന എന്നെ കല്യാണം കഴിക്കണം. നമ്പർ വരുമോ? നമ്പർ എന്റെ കയ്യിൽ നിന്ന് വല്ലതും മേടിക്കുന്ന. ഒരു കാര്യം ചെയ്യ്, 10 രൂപ എനിക്ക് എന്റെ നമ്പറിൽ ഗൂഗിൾ പേ ചെയ്താൽ മതി. എന്നിട്ട് സ്ക്രീൻഷോട്ട് എന്റെ വാട്സാപ്പിൽ അയച്ചു തന്നാൽ മതി. നമ്പർ തരണ്ട. ഇതുപോലുള്ള കുറെ നമ്പർ ഞാൻ കേട്ടിട്ടുണ്ട്. ആ നമ്പർ ഒന്നും എന്റെ അടുത്തോട്ട് ഇറക്കണ്ട. പറഞ്ഞ മനസ്സിലായ? ഗൂഗിൾ പേയിൽ മെസ്സേജ് അയച്ചാലാ? അമ്മയെ നോക്കി കിടക്കാം. കുറെ നേരം കൊണ്ട് നിന്ന്. എന്റെ അമ്മ ഇവിടെ ഉള്ളതല്ല. ഹലോ, ഹായ്. What he want? What he want? വെമ്പായത്താണോ വീട്? Bloody bounce. Don't talk. Shall I rewind something? It is quite unbeknownst. I would give what a day to give me how his license. Shut up, your mouth. സ്പോക്കൺ ഇംഗ്ലീഷിന്റെ പുസ്തകം വിഴുങ്ങി. അല്ല, ഞാൻ എവിടെ പോണെന്ന് ചോദിക്കാൻ വേണ്ടി വന്നതാണ്. എങ്ങോട്ടെങ്കിലും I am going to Bangalore. My education is Bangalore. What do you want? Don't talk, don't talk. എന്റെ അമ്മ ലോട്ടറി നാളെയാണ് അത് നോക്കാൻ മോൻ. അമ്മ ഡെയിലി ആട്ടാ വള്ളിയൊക്കെ ഉണ്ട് കേട്ടോ. പത്തറുപത് വർഷത്തെ പഴക്കമുണ്ട്. എന്നാലും നീ എന്നെ വിട്ട് പോയില്ല. നീ ഇവിടെ പോയിടി. നീ ഇല്ല, എനിക്ക് ജീവിക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് കേട്ടാ. എവിടെ പോയാലും തിരിച്ചു വരണേ നീ കേട്ടാ. എന്താ എന്റെ ഭാര്യയെ കാണാനില്ല. ഒരാഴ്ച വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട്. ഒരാഴ്ചയായിട്ട് നിങ്ങൾ അന്വേഷിച്ചില്ല? ഞാൻ വിചാരിച്ച അപ്പുറത്തെ വീട്ടിൽ സംസാരിച്ചോണ്ടിരിക്കായിരിക്കും. അല്ല, ഒരാഴ്ചയൊക്കെ സംസാരിച്ചോണ്ടിരിക്കുവോ? ചിലപ്പോൾ 1 മാസം സംസാരിക്കും. അങ്ങനെ സംസാരപ്രിയാണ് അവള്. ആണോ? എവിടെ പോയെന്ന് പറഞ്ഞ? എവിടെ പോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ചോറ് വേണോന്ന് ഞാൻ പറഞ്ഞു. പറയാം. അത്രേ ഞാൻ പറഞ്ഞോളൂ. അപ്പൊ തന്നെ ഇറങ്ങി അങ്ങ് പൊക്കളഞ്ഞു. അല്ല, എന്നാലും നമ്മൾ ചോറ് കഴിക്കുന്ന സമയത്താണ് ചോറ് വേണോന്ന് പറയുന്നത്. എന്നാലും നിങ്ങൾ എത്ര മണിക്ക് ചോറ് വേണോന്ന് പറഞ്ഞത്? രാത്രി 1 മണിക്ക്. അപ്പൊ അത്രയും നേരം നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? ഞാൻ ഒന്നും ചെയ്തില്ല, അവളാണ് ചെയ്തുകൊണ്ടിരുന്നത്. എന്താന്ന്? മൊബൈലിൽ റീൽസും കണ്ടോണ്ടിരുന്നു. ഈ ഫോൺ തറ വെച്ചാലല്ലേ എനിക്ക് ചോറ് കഴിക്കാൻ പറ്റും. ചോറ് കോരാൻ പറഞ്ഞപ്പോ അപ്പൊ തന്നെ ഇറങ്ങി പൊക്കളഞ്ഞു. എവിടെ പോയാന്തോ ഇത് ബോർഡക്കാര് മറച്ചു വെച്ചത്. എന്റെ ഭാര്യ കാണാൻ. നോ പ്ലീസ്, Don't talk. അല്ല, ഇത് ഉണ്ടാന്ന് അറിയാൻ വേണ്ടി. അതാണ് എന്റെ ഭാര്യ. എവിടെയെങ്കിലും കണ്ടെങ്കിൽ പറയണം കേട്ടോ. ഇല്ലണ്ണ, ഞാൻ കണ്ടിട്ടില്ല. പാവം നല്ല ചേച്ചി കേട്ടോ. കഷ്ടം. No please. No please. അണ്ണാ, നിങ്ങളെ ഭാര്യ അത് എന്റെ ഭാര്യ തന്നെ. ബാക്ക് കണ്ടിട്ട് നിങ്ങൾ അങ്ങനെ തിരിച്ചറിഞ്ഞ്? എനിക്ക് അവളെ ഏത് ബാങ്കിലാലും തിരിച്ചറിയാൻ പറ്റും. ഇതെന്റെ ഭാര്യ തന്നെ. ചെന്ന് സംസാരിക്കണ, ചെന്ന് സംസാരിക്കും. ഇത് പിടി. നിങ്ങൾ ഇംഗ്ലീഷ് അറിയാമോ? ഭയങ്കര ഇംഗ്ലീഷാണ്. നോ പ്ലീസ് ആണത്. വന്നാണ്
മോഡലായ നീ ഒരാഴ്ച വീട്ടിൽ നിന്ന് മാറി നിന്നിപ്പം വീട്ടിൽ പോകാൻ താനേതാ താനേതാ നിന്റെ ഭർത്താവ് എന്റെ ഭർത്താവാ വീട്ടിൽ പോകാൻ താനേതാടോ എന്നെ ചേച്ചി ഇത് ചേച്ചിയുടെ ഭർത്താവ്. ചേച്ചിയുടെ പേര് സന്ധ്യ. ചേച്ചിക്ക് 32 വയസ്സായി പ്ലാറ്റ് ബുക്കിലാണ് ചേച്ചിയുടെ വീട്. ഇയാളുടെ ഭാര്യയല്ല എന്റെ ഭാര്യയാണത്. അല്ല താത്തിയുടെ ഒരുമാതിരി ചേച്ചിയുടെ ഭർത്താവാണ്. ചുമ്മാ അലമ്പ് അല്ലാന്ന് വീട്ടിൽ പോകാൻ ഇങ്ങോട്ട്. എന്റെ ഭർത്താവല്ല. എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെന്ന് എന്റെ ഭർത്താവല്ല ഇയാള്. മക്കള് വീട്ടിൽ വെക്കണ്ട് വാടി വീട്ടിൽ പോകാൻ ഇങ്ങോട്ട്. ഞാൻ വരില്ല. എന്റെ ഭർത്താവല്ല. ഞാൻ വരില്ല. ഇങ്ങോട്ട് വീട്ടിൽ പോകാൻ ഇയാളല്ലേ പ്രശ്നം ഉണ്ടാക്കിയത്? ഇവരല്ലേ പ്രശ്നം ഉണ്ടാക്കി? തനിക്ക് രണ്ടെണ്ണം എവിടെന്നെങ്കിലും കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചു തന്നെ. ഇവൻ തന്റെ ഭാര്യ കയറി പിടിച്ചാ? പിടിച്ചില്ല. പിന്നെ ഇത് വേറെ സെറ്റപ്പാണ്. വേറെ എന്താ സെറ്റപ്പ്? അപ്പൊ താനും സെറ്റപ്പിൽ കൊള്ളതാ. അതല്ല എന്റെ ഭാര്യയെ കാണാനില്ല. നോക്ക് എന്റെ ഭാര്യ നീ നിക്കണത് എന്താ? പ്ലാറ്റ് ബുക്ക് തന്നിച്ച്. ഞാനല്ല. അവളല്ലെന്നാണ് പറയണത്. അതാണ് ഞാൻ എവിടെയോ കണ്ടതുപോലെ. വീട്ടിൽ പോകുമ്പോ ഞാനല്ല. വീട്ടിൽ പോകുമ്പോ വരില്ല. ചേച്ചി പോയേ. ചേച്ചിയുടെ ഭർത്താവല്ലേ എന്റെ വിളിക്കുന്നത്? ഭർത്താവല്ല. എന്റെ ഭർത്താവല്ലാന്ന്. ഇതോ എടോ തന്റെ ഭാര്യയല്ലേ ഇത്? എന്റെ ഭാര്യ അവള് ചുമ്മാ കള്ളത്തരം പറയണത്. ഭാര്യയല്ല. ഓ ചേച്ചി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വീട്ടിൽ ചെന്ന് നിങ്ങൾ പരിഹരിക്കും. ഇപ്പൊ കൂടെ പോ. ഇല്ല ഞാൻ പോവില്ല. ഒരു സംഭവം ചോദിച്ചോട്ടാ. നിങ്ങളെ ഭാര്യയാണ് നിങ്ങൾ ഉറപ്പിച്ചു പറയാം. എന്റെ ഭാര്യയാണിത്. എന്തെങ്കിലും തെളിവുണ്ടോ നിങ്ങളെ ഭാര്യയാണ് നിങ്ങൾ പറയാനായിട്ട്? എന്തെങ്കിലും തെളിവ്? ഫോട്ടോ ഓക്കെ ഒരാളെ പോലെ 7 പേരുണ്ടെന്ന് അറിയാം. എന്നാൽ എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ അതും ശരിയാണ്. കാര്യം അവര് പറയല്ലേ നിങ്ങളുടെ ഭാര്യ അല്ലാന്ന്. തെളിവെന്ന് വെച്ചാ മറുക അങ്ങനെ എന്തെങ്കിലും മതിയാ? ആ മതി. അവൾക്കൊരു മറുകുണ്ട്. അപ്പൊ ആ മാർഗം ഒന്ന് കാണിച്ചു. എവിടെയാ പറ. ദാണ്ട് ഇവിടെയാണ് മറുക്. ഈ ഭാഗത്ത് ഞാൻ നോക്കാന്ന് അവിടേക്ക് നിങ്ങളെ ഭാര്യയാണെന്ന് ചുമ്മാ ഒരു മാതിരി. നിങ്ങൾ ഒരു ലേഡിയല്ലേ? ആ നിങ്ങൾ നോക്ക്. അത് ശരിയാണ്. നിങ്ങൾ നോക്ക്. നിങ്ങൾ നോക്കി വിഷയമല്ലേ ഉള്ളൂ. ഞാൻ നോക്കിയാ മതി. ദാണ്ട് ഇവിടെ ഒരു മറുകുണ്ട്. ഞാൻ നോക്കിയാ മതി. നോക്കിയാ മതി. ആ ശരി. ചേച്ചി വാ. ഇപ്പൊ പ്രശ്നം ഇപ്പൊ ആള് അത് പറഞ്ഞ പ്രശ്നം തീർന്നു. വാ, ചേച്ചി വാ. ചേച്ചി ചുമ്മാ ചേച്ചി വാ, ചേച്ചി എന്തെങ്കിലും വാ. ചെറിയ പ്രശ്നങ്ങളാണ് കേട്ടോ ഇത് ദാണ്ട് വിഷയം. ഇവിടെ ചെറിയൊരു മറുക്. ഈ ഭാഗത്തായിട്ടല്ലേ? സർജറി ചെയ്തതാണ് ഇപ്പോൾ. കണ്ടു കണ്ടു കടല് കണ്ടു എത്ര നാളായി ഏലോ ഏലോ ഏലയോ. ഒത്തിരി നാളായി ഒത്തിരി നാളായി ഏലോ ഏലോ ഏലയോ. മറുക് കണ്ട ചെറിയ മറുകാണ്. മറു കണ്ടില്ല. മറു കണ്ടില്ല. വെറുതെ കണ്ട് പേടിച്ചു. മറു കണ്ടിട്ടില്ല. ചെറുതല്ലേ? സഹോദരി ഞാൻ ചോദിക്കട്ടാ മറുക് കണ്ട സംസാരശേഷി പോയത് എന്താണ്? എന്തെങ്കിലും പറയാ. മറു കണ്ടില്ല. അതാണ് അങ്ങനെ ഇരിക്കണം. അയ്യോ ഇത് കണ്ട് പേടിച്ചേട്ടാ ഇത്. നീ എന്തെങ്കിലും പറഞ്ഞാടി. എന്തെങ്കിലും പറഞ്ഞ നീ പറഞ്ഞത്. എന്റെ അമ്മ അവിടെ അമ്മ കേട്ടോ ഞാൻ വിഷമിക്കും. ആരുണ്ട് ഇപ്പൊ നിന്ന്? സഹോദരി ഒന്ന് മറു കണ്ട. ഒന്ന് വരൂ. ഒരു കുടുംബം ഒത്തുചേരുന്ന ഒരു സംഭവം. ഒന്ന് വരും പ്ലീസ്. ഒന്നുമില്ല. ഞാൻ പറഞ്ഞുതരാം. കൃത്യമായിട്ട് കാര്യം പറഞ്ഞുതരാം. അതായത് ഇതെന്റെ ഭാര്യയാണ്. ഇവൾ എന്നെ പറ്റിക്കാൻ വേണ്ടി പറയാണ്. ഞാൻ ഭാര്യയല്ലെന്നാണ് പറയണത്. ഇവിടെ തന്റെ ഈ ഭാഗത്തൊരു മറുകുണ്ട്. സഹോദരി ഒന്ന് നോക്കിട്ട് വാ. വെറുതെ നോക്കിട്ട് വാ. ആരെയും വെറുതെ വിടൂല്ല. നിങ്ങൾ സ്ത്രീകളാകുമ്പോൾ നിങ്ങൾ സ്ത്രീകളാകുമ്പോ കുഴപ്പമില്ല. നോക്കിട്ട് വാ. എവിടെയാ? കണ്ട് ഇവിടെ ഓക്കെ ബൈ. ഒരു മറുകുണ്ട്. ചെറിയ വിഷയങ്ങൾ അവിടെ ചെന്ന് മറു കാണുന്നു. എന്റെ ഭാര്യയാണെന്ന് കൺഫേം ചെയ്യുന്നു. ഞാൻ അവളെ കൊണ്ട് വീട്ടിൽ പോകുന്നു. കണ്ടോ കണ്ടോ കാക്കക്കുയിലേ പട്ടുടുത്ത പാവക്കുഞ്ഞ് കാറ്റുമൂളും ചൂളം കേട്ടാൽ മാറിലൊട്ടും മൈനക്കുഞ്ഞ് പെയ്യാമഴക്കാട് കാട്ടിൽ പൂവാലി പോൽ മേയും മഞ്ഞ്. സഹോദരി പൊന്നിൻ കൂടെ മറു കണ്ട മറു കണ്ട ചെറിയ ആ മറുക് അത് മറുകല്ലേ പിന്നെ. അവിടെ ഇരി. ഇത് എല്ലാത്തിന്റെ റിലേറ്റഡ് ആണ് തോന്നുന്നത്. ചെറിയ മറുകല്ലായിരുന്നു. വന്നവരെല്ലാം പറഞ്ഞ് പേടിപ്പിക്കണം. പേടിക്കാൻ ഒന്നുമില്ല. ടെൻഷൻ അടിക്കണ്ട. ഇവൾ എന്തൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചാണ്. സഹോദരി ഞാൻ വരാം. ഞാനേ ഇത് എന്തിനാണ് നിങ്ങൾ എന്നെ ആദ്യം വിളിച്ചാ പോരായിരുന്നോ? എനിക്ക് ഇതൊക്കെ എളുപ്പമല്ലേ. ഞാൻ എത്ര മറുക് കണ്ടതാണ്. നിങ്ങൾ എവിടെ നിൽക്കേ? ചേച്ചിങ് വന്നാണ്. എടുക്കണ്ട. റിസ്ക് എടുക്കണ്ട. ഒരു മറുകിന്റെ കാര്യമുള്ളൂ. മറുക് എനിക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്താ ശരിയാണ്. ഒന്നുമില്ല. അവിടെ ചെല്ലുന്നു, മറു കാണുന്നു, എന്റെ ഭാര്യ തിരിച്ചു വരുന്നു. പറയാത്ത മറുക് കണ്ടു കണ്ടു മറു കാണിച്ചു തന്നാ കണ്ട് കണ്ട ഇങ്ങനെ ഒരെണ്ണം
വേറെന്തോ വരട്ടെ എന്നിട്ട് അവിടെ ഇട്ട്. തല ഇറങ്ങണി അവിടെ ഇരി ചേച്ചി, സഹോദരി അവിടെ ഇരി. എല്ലാവരും വിളിച്ചു കാണിക്കാൻ ഞാൻ എക്സിബിഷൻ നടത്താല്ല. പ്ലീസ് ഒരാൾ സഹോദരി, ഒരാൾ കൂടെ ഒരാൾ അത് ഹിന്ദി മാർഗാണെങ്കിൽ പെട്ടെന്ന് അറിയാം. അത് മലയാളം മാർഗ ഹിന്ദി മറയാണ്. പണ്ട് ദില്ലി പോയിട്ടുണ്ട്. അപ്പൊ ഹിന്ദി മാർഗ് അത് ചേച്ചി വന്നാൽ കറക്റ്റ് നടക്കും. ചേച്ചി വായിച്ചു, ആ, അത് മലയാളി ചേച്ചി വായിച്ചു. മറു നീ കാണിച്ചു കൊടുത്തില്ല കൊണ്ടു. ഇപ്പോൾ മനപ്പൂർവ്വം പറഞ്ഞ ആൾക്കാർ വഴക്കൂറാണ്. ചേച്ചി വായിച്ചു. ഒരു കുടുംബം ഒന്ന് ചേർന്നാണ് ഒരു മറുക് നോക്കണം. ഒന്ന് കൂട്ടിക്കൊണ്ട് പോയിട്ട് ഒന്നാം മറുകൊന്നു അവിടെ എല്ലും. ചേച്ചി ഇത് കൺഫേം ആയിട്ട് കണ്ടുപിടിക്കും. ചേച്ചി വരും. കണ്ടു ഞാൻ ആലോലമാം ഹൃദയം കേട്ടു ഞാൻ മൊഴികളിൽ വാചാലമാം നൊമ്പരം ഗോപുരപ്പൊൻകോടി അമ്പലപ്രാവിൻ മനം പാടുന്നൊരാരാധന. എനിക്ക് 1 അല്ല 3 മാർഗ് കണ്ടു. ഒരു കാര്യം ഇങ്ങനെ നില്ല്, അങ്ങനെ തന്നെ നന്തം വിട്ട് നിന്നു. അയ്യോ, ഒരാൾ കൂടെ ചാൻസ് ഉണ്ട്. വാ, ഞാൻ വരണോ? ഇനി കുട്ടിയും കൂടെ ഉള്ളു ബാക്കി. ഓ, ഇവർക്കൊക്കെ പറ്റിയ പോലത്തെ മിസ്റ്റേക്ക് ഒന്നും എനിക്ക് പറ്റില്ല കേട്ടോ. പറ്റരുത്. ഇതൊക്കെ ഞാൻ ബെസ്റ്റ് ആണ്. വാ അനപ്പൂർവ്വം പറയും കേട്ടാ. എന്റെ ഭാര്യയിലെന്ന് പറയും. ഒരു മറുകാണ് ജസ്റ്റ് കണ്ടുപിടിച്ച. മാർഗൊക്കെ നോക്കാൻ ഞാൻ ബെസ്റ്റ് ആണ്. വാ. ബോംബെ ആളെ ഇറക്കിയിട്ടും കാര്യമില്ല കേട്ടാ. ബോംബെക്കാര് തളർന്നുപോയി. കണ്ടു കണ്ടു കണ്ടില്ല കേട്ടു കേട്ടു കണ്ടു കണ്ടു കണ്ടില്ല കേട്ടു കേട്ടു കേട്ടില്ല കൊച്ചു പൂമ്പൊടിയ പൂമഴയ പൊന്നോമനക്കിന്ന കൊച്ചു പൂമ്പൊടിയായി പൂമഴയായി പൊന്നോമനക്കിന്ന. മറു കണ്ട ഇതുപോലെ ഒരെണ്ണാണോ എന്റെ വീട്ടിൽ ഇരിക്കുന്നത്? അയ്യോ, ഞാൻ ഒരു കാര്യം വിട്ടാ. ഈ വന്ന് കയറി എല്ലാ പെൺകുട്ടികളും സംസാര ശേഷി വരെ പോയി. ഇവളെ ഇങ്ങനെ വിട്ടാ പറ്റൂല. പറ്റില്ല പറ്റില്ല. ഞാൻ പറയാം, ഇവളെ കൊണ്ട് ഞാൻ വീട്ടിൽ പോകും. ഞാൻ വരില്ല. ഞാൻ വരില്ല. മര്യാദക്ക് ഞാൻ പറഞ്ഞു. അവളെ തലയോട്ട് കളയി വന്നു. ഒരു അയ്യോ, ഡേയ്, ഇതാര്? ഇതാരുടെ ഇത്? ഇതാരുടെ ഇത്? എടിയല്ല എടാ. ഇത് ആണായിരുന്ന? നിങ്ങൾ അറിഞ്ഞ ഇത് ആണാണ്. അത് ഞങ്ങള് നേരത്തെ അറിഞ്ഞതാ. അത് വേണ്ട, മനസ്സിലായി ഇതാണാണെന്ന്. എനക്ക് വാ, ഒരു വാക്ക് നിനക്ക് പറഞ്ഞു ആണായിരുന്നെന്ന്. ഇത്രയും പെൺകുട്ടികളുടെ തെറ്റിച്ചാടാ നീ. നിങ്ങൾ സമ്മതിക്കട്ടെ പറയാൻ. മനുഷ്യൻ നാണങ്ങളായിട്ട്. ഇനി വേറെ കാര്യം ചോദിക്കട്ടെ. ഇതെന്റെ ഭാര്യയല്ല. അല്ല, പക്ഷേ എന്റെ ഭാര്യയുടെ അതേ ഷേപ്പില്ല ഇയാൾക്ക്. ശരിയാണ്. അതേ ഷേപ്പില്ലേ? ശരിയാണ്. അതെങ്ങനെ വന്നു? അതാണ് എനിക്ക് അറിയേണ്ടത്. അതൊരു ഐഡിയ ഉണ്ടെണ്ണ. ഇതാണ് ഈ കഥയിലെ മെയിൻ ട്വിസ്റ്റ്. എന്തോന്ന്? നിങ്ങൾ നിങ്ങളെ ഭാര്യയെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഭാര്യയുടെ അച്ഛനെ കണ്ടുപിടിക്കണം. അതെന്തിന്? അയാൾ ഇതുപോലെ എവിടെയൊക്കെയോ സൗജന്യ യാത്ര പോയിട്ടുണ്ട്. പറഞ്ഞു വരുമ്പം ഇത് നിങ്ങൾ അളിയനായിട്ട് വരും. അളിയനാ? അളിയ എന്തായാലും നമുക്ക് ആ കേസ് അന്വേഷിക്കാം കേട്ടാ. പക്ഷെ ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ. ഇവരെ കാര്യം നമ്മൾ എന്ത് ചെയ്യും? പെങ്ങന്മാരെ വേണ്ട.